നാളത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന അമ്പലമാണ്. അമ്പലത്തിൽ വസുമതി ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഭാമയ്ക്ക് കിട്ടിയ ഭിക്ഷയെടുത്ത പൈസ എല്ലാം കൂടെ ഒരു തുണിക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ആ പൈസയും നോക്കി ഓർത്തുകൊണ്ട് വരികയാണ്. മനുഷ്യൻ്റെ അഹന്ത മാറ്റാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടാണ് ഭിക്ഷാടനം എന്ന് സ്വാമി പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് പൈസയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ് ഭാമ. അതോർത്ത് ഭാമ ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് ശാലിനി മറ്റേ കളക്ടറുടെ കാറിൽ വന്നിറങ്ങുകയാണ്. ശാലിനി ഇങ്ങനെ വന്നിറങ്ങുമ്പോഴേക്കും ഭാമയെ കാണുന്നുണ്ട്. ഭാമയെ നോക്കി 2 മിനിറ്റ് ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ ഭാമയ്ക്ക് ഒരു തലകറക്കം പോലെ. ശാലിനി നോക്കുമ്പോഴേക്കും സത്യഭാമ ഇങ്ങനെ താഴെ വീഴാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ശാലിനി സത്യാമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് ഓടി ചെല്ലുകയാണ്. അപ്പോഴേക്കും സത്യാമ്മ താഴെ വീണു. എന്നിട്ട് സത്യാമ്മയെ വിളിക്കുക. സത്യാമ്മയെ കണ്ണ് തുറക്കും സത്യാമ്മയെന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് വിളിക്കുക. പക്ഷേ സത്യാമ്മയുടെ കണ്ണ് അങ്ങനെ തുറക്കുന്നില്ല. വേഗം അനു പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. ശാലിനി ആ വെള്ളം മുഖത്തൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും സത്യാമ്മയുടെ കണ്ണ് തുറക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികൾ ഓടി വന്നിട്ട് ചോദിക്കുക എന്താ സത്യാമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കുട്ടികളെ ശാലിനി കാണുന്നത്. അപ്പോൾ ശാലിനി കുട്ടികളോട് ചോദിക്കുക നിങ്ങളിവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കും. അപ്പോഴേക്കും പറയും വിഷ്ണു അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വഴിപാട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറയും. സത്യാമ്മയും വന്ന് ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണെന്ന് സത്യ പറയാണ്. എന്നിട്ട് അനുവിൻ്റെ നിന്ന് കുപ്പിയിൽ വെള്ളം മേടിച്ച് കുറച്ചും കൂടെ സത്യാമ്മയ്ക്ക് കൊടുക്കുക. ആ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യാമ്മ കണ്ണ് തുറന്ന് നോക്കി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് ശാലിനി വെള്ളം കൊടുക്കുന്നു. അത് കുടിക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി ചോദിക്കുകയാണ് സത്യാമ്മ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴും പറയും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴേക്കും വസുമതിയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ വസുമതി അങ്ങോട്ട് വരുവാണ്. ഈ ഭാമതല ഇറങ്ങി വീണ സ്ഥലത്തോട്ട് വസുമതി വരുവാണ്. എന്നിട്ട് പറയാണ് ഈ ശാലിനി ചോദിക്കുക ഇപ്പം സത്യാമ്മ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത് കേട്ടോണ്ടാണ് വസുമതി വരുന്നത്. വസുമതി പറയാണ് മോനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭിക്ഷ എടുക്കുമായിരുന്നു. നിന്നോടും എൻ്റെ അർജുനോടും ചെയ്തൊന്നും തേച്ചാലും മായ്ച്ചാലും പോയില്ല എന്ന്. എന്നിട്ട് പറയുകയാണ് എൻ്റെ വായി തോന്നിയതെല്ലാം ഞാൻ പറഞ്ഞു എന്ന്. ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ഭിക്ഷ തെണ്ടാനിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നാണക്കേട് ആർക്കാ? നിങ്ങൾ മക്കൾക്കും മരുമക്കൾക്കും അല്ലേ? എന്ത് വഴിപാടിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ നോക്കാഞ്ഞിട്ടാണെന്നല്ലേ ആൾക്കാർ പറയൂ. അതുകൊണ്ട് മുഖം കറുപ്പിച്ച് 2-3 വാക്കുകൾ ഞാൻ പറഞ്ഞു എന്ന് വസുമതി പറയും. എന്നെ അങ്ങനെ നോക്കുമൊന്നും വേണ്ട, ഇവളോടുള്ള സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ശാലിനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വസുമതി പറയുകയാണ്. ശാലിനി സത്യാമ്മയോട് ചോദിക്കുകയാണ് സത്യാമ്മയെ തലകറക്കം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, തലകറക്കം കുറവില്ലേ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വല്ലതും പോകാമെന്ന് പറയും. അപ്പോൾ സത്യാമ്മ പറയുകയാണ് വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ട, വീട്ടിൽ പോയെന്ന് കിടന്നാൽ മതി. മാറാനുള്ള ക്ഷീണമേ ഉള്ളൂ ശരീരത്തിന്, പക്ഷേ മനസ്സിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനി പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് സത്യാമ്മ. എന്നിട്ട് എഴുന്നേക്ക് സത്യാമ്മ എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കാറയിലോട്ട് കൊണ്ടുവന്ന് കയറ്റി സത്യാമ്മ വീട്ടിലോട്ട് വിടാൻ പോവുകയാണ്. എന്നിട്ട് സത്യാമ്മയുടെ കയ്യിലിരിക്കുന്ന തുണിക്കകത്ത് ഇരിക്കുന്ന ചില്ലറ പൈസ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് സത്യ. എന്നിട്ട് 1 രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വസുമതി പറയുവാണ് കണ്ടില്ലേ ഭിക്ഷ എടുത്ത് കിട്ടിയ പൈസയാണെന്ന് പറയാണ്. അത് പറയുമ്പോഴേക്കും സത്യാമ്മയുടെ മുഖത്ത് നല്ല സങ്കടമൊക്കെ ഉണ്ട്. ശാലിനിക്കും അത്യാവശ്യം വിഷമമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ശാലിനി പറയാണ് അതിങ്ങിതാ ഞാൻ പണ്ടാരപ്പെട്ടിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മയോട് പറയാണ്. അപ്പോഴേക്കും സത്യാമ്മ കയ്യിലുണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ ശാലിനി ഏൽപ്പിക്കുകയാണ്. ഇതെല്ലാം സത്യയും പപ്പിയൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പപ്പിയും കൂടെ കാറ കയറ്റി സത്യാമ്മയും കാറ കയറ്റി പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പപ്പിയോട് പറയുകയാണ് സത്യാമ്മയെ മോള് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് വണ്ടിയെ കയറ്റി അവരെ വിടുകയാണ്. എന്നിട്ട് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും വസുമതി ശാലിനിയോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇവരുടെ പൂങ്കണ്ണിലൊന്നും വീണേക്കല്ല, ഇതൊക്കെ മാറിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശാലിനി വസുമതിയോട് ചോദിക്കുകയാണ് പ്രീതിയും പാറും ഒക്കെ എന്ത് ചെയ്യുന്നു. അപ്പോൾ പറയാം അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു, സത്യാമ്മയുടെ വീടിൻ്റെ പടി കയറരുതെന്ന് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാലിനിയോട് സഹതാപത്തോട് ചോദിക്കുകയാണ് നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ച് നിന്നെ വിഷമിപ്പിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയാണ്. പിന്നീട് ശാലിനി ആ സത്യാമ്മ കൊടുത്ത ചില്ലറ പൈസയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശാലിനി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിഷ്ണു ജയിലിൽ കൂടെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അർജുനെയാണ്. അർജുൻ സത്യാമ്മയുടെ വീട്ടിലാണ്. രോഹിത്തും ശ്യാമയും അർജുനും എല്ലാവരും കൂടെ ആ ഹാളിൽ ഇരുന്നിട്ട് വിഷ്ണുവിനെ ഇറക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. കേസുകൾ മുഴുവൻ പഴയ കേസുകളും എല്ലാം കൂടെ വിഷ്ണുവിൻ്റെ നേരെ എടുത്തിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ചന്ദ്രബോസ് അങ്ങനെ എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം ചന്ദ്രബോസിനെ കൊടുക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യണമെന്നൊക്കെ അർജുൻ പറയാണ്. പിന്നെ അതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ പറയാണ് രോഹിത്ത് പറയാണ് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണമെന്ന് പറയും. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ പറയാണ് വഴിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ വിഷ്ണു തൻ്റെ നിലപാട് മാറ്റണം എന്നുള്ള രീതിയിൽ പറയുവാണ് വിഷ്ണു.
അപ്പോഴേക്കുമാണ് സത്യാമ്മ അവിടെ ഇല്ല. പിന്നീട് കാണിക്കുക സത്യാമ്മയുടെ കാർ ഇങ്ങോട്ട് വരുന്നതായിട്ടാണ്. അപ്പോൾ ചന്ദ്രബോസിനെ നന്നായിട്ട് പൂട്ടിയെങ്കിൽ മാത്രമേ വിഷ്ണുവിനെ ഇറക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. സത്യാമ്മയും പപ്പിയും കൂടെ കാറിൽ വന്നിറങ്ങുകയാണ്. ഓടി വന്നിട്ട് പപ്പി അർജുനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഹൗ ആർ യു അങ്കിൾ, ഒത്തിരി നേരമായി വന്നിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം അർജുൻ പറയുകയാണ്, ഐ ആം വെരി മച്ച് ഫൈൻ മോളു എന്ന് പറഞ്ഞിട്ട് പറയും, കുറച്ച് അയാൾ വന്നിട്ടെന്ന്. എന്നിട്ട് സത്യാമ്മ അപ്പം ശ്യാമയോട് പറയാണ്, പപ്പിയെ കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്യാമയെ കൂട്ടി അകത്തോട്ട് വിടുകയാണ്. വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇവരെല്ലാവരോടെ. ഇതിനകത്ത് ചന്ദ്രബോസ് മൊത്തത്തിൽ പൂട്ടിയിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് സത്യാമ്മ പറയുകയാണ്. അപ്പോഴേക്കും പറയുകയാണ്, വിഷ്ണുവിനെ ഇറക്കണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ നിലപാട് തന്നെ വിഷ്ണു മാറ്റണം എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, എന്ത് നിലപാടെന്ന് ചോദിക്കുക. അപ്പോൾ അന്നപ്പോഴത്തേക്കിനും ഇവർ സ്റ്റേഷനിൽ പോയപ്പം നടന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. വിഷ്ണുവും അർജുനുമായിട്ട് സ്റ്റേഷനിൽ വെച്ച് രോഹിത്തുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ. രോഹിത്ത് വന്ന് വിഷ്ണുവിനോട് പറയാണ്, വിഷ്ണു ബ്രോ ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും, വിഷ്ണു പറയാണ്, ഇതൊക്കെ ജീവിതത്തിലെ ഓരോ വേഷങ്ങളാണ്. ഇപ്പം നമ്മുടെ അമ്മ കെട്ടിത്തന്ന ഒരു വേഷമാണ് ഞാൻ ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് പിന്നീട് കാണിക്കുന്നത് അർജുനെയാണ്. അർജുൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വിഷ്ണു അളിയാന്ന് വിളിക്കുകയാണ്. വിഷ്ണു അർജുനോട് ചോദിക്കുകയാണ്, താൻ വന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണോ അതോ എൻ്റെ ഈ അവസ്ഥയിൽ വിഷമമുണ്ടെന്ന് അറിയിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ഇനി പ്രാധാന്യം കൊടുക്കുന്നില്ല, വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൾ കൊണ്ട് എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാണ്. എന്നിട്ട് വിഷ്ണു രോഹിത്തിനോട് പറയാണ്, അർജുനെ വിളിച്ചുകൊണ്ട് പോകും എന്ന് പറയാണ്. അപ്പോഴേക്കും അർജുൻ ചോദിക്കുകയാണ്, നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് വിഷ്ണുവോട് ചോദിക്കുകയാണ്. ചന്ദ്രബോസ് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ അപ്പുറം കണ്ടു വേണം നമ്മൾ കളത്തിലിറങ്ങി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിഷ്ണുവിനോട് അർജുൻ പറയുകയാണ്. കുറച്ച് തെളിവുകളുടെ ആവശ്യമുണ്ട്, വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുവാണ്. അപ്പോഴേക്കും വിഷ്ണു ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയാണ്, കാർത്തിയെ കൊന്നത് ഞാനാണ്, എൻ്റെ ആളുകളാണ്, കാറിൽ വെച്ച് കത്തിച്ചതാണ്, നെട്ടൂർ പാലത്തിൻ്റെ അടിയിൽ വെച്ച് എന്ന് പറയാണ്. അതായത് ഈ വിഷ്ണു കൊന്നെന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടവർ, ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് വിഷ്ണു അവിടെ ഇങ്ങനെ അർജുനോട് പറയുവാണ്, സങ്കടത്തോടും ദേഷ്യത്തോടും. അർജുൻ പറയുകയാണ്, ഈ ജാമ്യാപേക്ഷ ഒപ്പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇതിലൊന്ന് ഒപ്പിടെന്ന് പറഞ്ഞ് ആ പേപ്പർ കൊടുക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണു ചോദിക്കുകയാണ്, ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ച ആരാണ്? എൻ്റെ അമ്മയല്ലേ? ആ അമ്മയോട് പോയി അർജുൻ പറയണം, ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ടാന്ന്, കോടതിയിൽ സ്വയം ഏറ്റുപറഞ്ഞ ശിക്ഷ വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ്. അർജുൻ വിഷ്ണു എന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേനും പറയാണ്, പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും എന്ത് സുഖമാണെന്നറിയാവോടോ അകത്ത് കിടക്കാൻ, കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ബാക്കി ജീവിതം ജയിലില്ല, പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിതം ഒരു ചിഹ്നമായിട്ട് നോക്കി നിൽക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് അകത്ത് കിടക്കാൻ. എത്ര പേരാണ് ജയിലിൽ പാറ പൊട്ടിച്ചും ചപ്പാത്തി ഉണ്ടാക്കി കഴിയുന്നത്. ആരുടെയും ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ, ആരുടെയും കണ്ണീരും കാണണ്ടല്ലോ എന്നൊക്കെ വിഷ്ണു പറയുവാണ്. എൻ്റെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനെക്കാട്ടിലും ഭേദം ജയിലിൽ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ അപേക്ഷ ഞാൻ ഒപ്പിടില്ല എന്നെന്ന് പറയും. അപ്പം രോഹിത് ചോദിക്കുകയാണ്, വിഷ്ണു ബ്രോ എന്താണ് ഈ പറയുന്നത്? ശാലിനി വിഷ്ണുവിനെ ഇറക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുക, ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും എന്ന് രോഹിത് പറയുമ്പോഴേക്കും വിഷ്ണു പറയാണ്, അതെ, ആ കണ്ണീര് കാണാൻ പോലും എൻ്റെ അമ്മ എന്നെ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ്. ഇതും ലോക്കപ്പാണ് അതും ലോക്കപ്പാണ്, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നൊക്കെ പറയാണ്. ഈ പേരും പറഞ്ഞ് ഇനി മേലാൽ ആരും ഇവിടെ വന്നേക്കില്ലെന്ന് പറയാണ്. ഉടനെ അർജുൻ ചോദിക്കുകയാണ്, തനിക്ക് എന്നെ വിശ്വാസം ഇല്ലാണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഉടനെ വിഷ്ണു പറയാണ്, കൊലക്കയറ് സ്വപ്നം കണ്ടു നടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാൽ എന്താ, ആര് ജയിച്ചാൽ എന്താ എന്നൊക്കെ പറയാണ്. വിഷ്ണു പറയാണ്, ജീവിക്കുന്നെങ്കിൽ ശാലിനി ഒത്തൊരു ജീവിതം, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഏതെങ്കിലും ജയിലറയ്ക്കുള്ളിൽ ക്ഷമിച്ച് തീരാനുള്ളതാണ് എൻ്റെ ജീവിതം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് വിഷ്ണു അവരെ അങ്ങ് പറഞ്ഞു വിടുകയാണ്, ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ്. ഈ കാര്യം സത്യാമ്മയോട് പറയുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യാമ്മ ഇതെല്ലാം കേട്ടിട്ട് പറയാണ്, അപ്പം ഈ അമ്മയെ അവൻ മനസ്സിലാക്കുന്നില്ല അല്ലേന്ന്. എന്നിട്ട് ചോദിക്കുവാണ്, ഇനി ഒരു വഴി ഇല്ലേ അർജുനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അർജുൻ പറയാണ്, വഴിയൊക്കെ ഉണ്ട്, പക്ഷേ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ പറയും, എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഈ സത്യാമ്മ തയ്യാറാണ്, നീ കാര്യം പറയും. എന്നിട്ട് പറയാം, അറിയാമല്ലോ നിനക്ക് അവൻ്റെ പ്രകൃതം, നിസ്സാര കാര്യത്തിന് വേണ്ടി വാശി പിടിക്കാവുന്ന, നീ കാര്യമാക്കേണ്ടെന്നൊക്കെ അർജുനോട് സത്യാമ്മ പറയുവാണ്. മനസ്സ് മരവിച്ച് നിൽക്കുന്നവൻ്റെ മുന്നിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ ആക്കി കൊടുക്കണമെന്നൊക്കെ അർജുൻ പറയുകയാണ്. അവൻ്റെ മനസ്സിലെ വേദനകളൊക്കെ മാറിയെങ്കിൽ മാത്രമേ ജാമ്യത്തിനുള്ള പേപ്പറിൽ അവൻ ഒപ്പിടാൻ സാധ്യതയുള്ളൂ എന്ന് പറയുവാണ്. അല്ലെങ്കിൽ തൻ്റെ വിധിയെ പെടുത്തിക്കൊണ്ട് കൽത്തുറങ്ങളിൽ നിന്നുള്ള ജീവിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയുള്ളൂ എന്ന് പറയാണ്. സത്യാമ്മയോട് പറയാണ് വീണ്ടും കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന്. അപ്പോൾ സത്യാമ്മ പറയാണ്, നീ എന്താ മനസ്സിൽ വെച്ചാണ് ഈ പറയുന്ന കാര്യം എന്താ, തുറന്ന് പറയാം അർജുൻ, നീ ഈ വീട്ടിലത്തെ ആൾ തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ എന്നൊക്കെ പറയാണ്. പറയും, നീ ആരുടെ കാര്യം പറയുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും സത്യാമ്മ,
മറ്റാരുമല്ല ശാലിനി എന്ന് പറയുകയാണ്. വാശിയും വൈരാഗ്യം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ഇങ്ങനെ പറയുന്നത്. സത്യാമ്മയെ ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കുക, വിഷ്ണു കേൾക്കും എന്ന് പറയാണ്. സത്യാമ്മ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്ന് അർജുൻ പറയുകയാണ്. എത്രയും വേഗം കാര്യങ്ങൾ നടക്കുന്നതാണ് എല്ലാവർക്കും ഗുണകരമാകുന്നതെന്നൊക്കെ അർജുൻ പറയുകയാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നത്തിലാവും, വിഷ്ണുവിന് തന്നെയാണ് ബാധിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ ഒരു പകയും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ അർജുൻ പറയുകയാണ് സത്യാമ്മയോട്. സത്യാമ്മ എന്നിട്ട് ആലോചിക്കുക, എന്നിട്ട് സത്യാമ്മ ഒരു ഉചിതമായ തീരുമാനം എടുത്ത് ശാലിനിയെ കൊണ്ട് പറയിക്കുക എന്നാണ് അർജുൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്ന കുടുംബശ്രീ വീട്ടിലാണ്. കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മ ഒരു തുണി ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. സൂചി നൂലും ഇട്ട് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സത്യാമ്മ ഇങ്ങനെ കയറി ചെല്ലുകയാണ്. സത്യാമ്മ കയറി വരുന്നൊന്നും ശാരദാമ്മ കാണുന്നില്ല. അങ്ങനെ അബദ്ധത്താൽ ഇങ്ങനെ നോക്കുമ്പോൾ സത്യാമ്മയെ കാണുകയാണ്. അപ്പോൾ സത്യാമ്മ ചോദിക്കുകയാണ് എനിക്ക് അകത്തോട്ട് കയറി വരാമോ എന്ന്. ഉടനെ ശാരദാമ്മ പറയുകയാണ് വീട്ടിൽ കയറി വരുന്നവരെ വെളി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന രീതി ഈ വീട്ടിലില്ല, സത്യാമ്മ കയറി വരുമെന്ന് പറയുകയാണ്. അങ്ങനെ സത്യാമ്മ അകത്തോട്ട് കയറി വരികയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. നമ്മൾ ഈ വീഡിയോയുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് ഒത്തിരി ആയിട്ടില്ല. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.